ഗൈസ് ഇന്ന് ഞാൻ ചുമ്മാ വീട്ടിൽ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണല്ലേ ഗൈസ്. അപ്പോൾ എന്ത് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു ഐഡിയ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ പോയിട്ട് 2 ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിന്റെ തൊലിയൊക്കെ ഫുള്ളായിട്ട് ചെത്തി എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ മാക്സിമം നമ്മൾ തൊലി ചെത്താൻ പറ്റുന്ന അത്രയും ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തപ്പോൾ ഇത്രയധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ രണ്ടാമതുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തില്ല കേട്ടോ. ഇനി കട്ട് ചെയ്താൽ ചിലപ്പോൾ കൂടിപ്പോകും. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായി കഴുകി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ട് വെള്ളം ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ടവലിന്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങിലേക്ക് അരിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ടൈം ഫൈനൽ പരിപാടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ മുഴുവൻ പരിപാടിയും കഴിഞ്ഞിട്ട് കേട്ടോ. അത് കണ്ടില്ല, നമ്മുടെ KFCയിൽ മെക്ഡൊണാൾഡ്സിൽ കിട്ടുന്ന അതേ ഒരു ഫ്രഞ്ച് ഫ്രൈസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ KFCയിൽ മെക്ഡൊണാൾഡ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി വീട്ടിൽ, അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ.